In 1972, ഫ്രാൻസും തമ്മിലുള്ള 1998 ലോകകപ്പ് ഫൈനലിലെ 27-ാം മിനിറ്റ് ബ്രസീൽ പോസ്റ്റിന്റെ വലതുമൂലയിൽ നിന്നുയർന്ന കോർണർ കിക്ക് ഫ്രഞ്ച് താരങ്ങളിൽ മുന്നിൽ നിന്നൊരാൾ ചെത്തിയിടുന്നു. ബ്രസീലിയൻ ഗോൾ കീപ്പർ ടഫറേലിന് ഒന്നും ചെയ്യാനാവാത്ത വിധം പന്ത് വലയുടെ മധ്യഭാഗത്തേക്ക് പതിച്ചു. ഫൈനലിലെ ആദ്യ ഗോൾ. തീർന്നില്ല. ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ടു മുൻപായി വീണ്ടും സമാനമായ രംഗങ്ങൾ. ഇത്തവണ ഇടതുമൂലയിൽ നിന്ന് വരുന്ന കോർണർ കിക്ക്. വീണ്ടും തലകൊണ്ട് പന്തിനെ ഒരു കുത്തിയിടൽ. ടഫറേൽ കാഴ്ചക്കാരൻ. ഗോൾ നില ഫ്രാൻസ് 2, ബ്രസീൽ 0. നീലക്കുപ്പായത്തിലെ 10-ാം നമ്പറിൽ മുത്തമിട്ടുകൊണ്ട് അയാൾ ടീമിൻ്റെയും തൻ്റെയും 2ാം ഗോൾ നേട്ടം ആഘോഷിക്കുന്നു. ബ്രസീലിൻ്റെ അപ്രമാദിത്വം തകർത്ത് എതിരില്ലാത്ത 3 ഗോളുകൾക്ക് ഫ്രഞ്ച് പടയുടെ ജയം. അതുവരെയുള്ള ലോകകപ്പ് ഫുട്ബോൾ ചരിത്രത്തിലേക്ക് യൂറോപ്പിൽ നിന്ന് പുതിയൊരു ജേതാവ്, ഒപ്പം ഫുട്ബോൾ കളിക്കമ്പക്കാർക്കും പുതിയൊരു ഹീറോ ജനിക്കുകയായിരുന്നു. എൻ്റെയും ആദ്യത്തെ ലോകകപ്പ് ഹീറോ, സിസു എന്ന ഓമന പേരുള്ള സിനദിൻ സിദാൻ. 1954 നവംബർ 1 സിദാന്റെ ജീവിതത്തിലെ വഴിത്തിരിവ് സംഭവിച്ച ദിവസമായിരുന്നു. അൾജീരിയയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള യുദ്ധം ആരംഭിക്കുന്നത് അന്നാണ്. 10,000-കണക്കിന് പേർ അൾജീരിയയിൽ നിന്നും തങ്ങളുമായി യുദ്ധം നടത്തുന്ന ഫ്രാൻസിലേക്ക് കുടിയേറി. അത്തരത്തിൽ കുടിയേറിയവരിൽ ഒരാളായിരുന്നു സ്മെയിൽ സിദാന്റെ കുടുംബം. അൾജീരിയയിൽ ജീവിച്ചിരുന്ന ബെർബേഴ്സ് വംശത്തിൽപ്പെട്ടവർ. പാരീസിന്റെ പ്രാന്തപ്രദേശത്ത് ചെറിയൊരു അപ്പാർട്ട്മെന്റിൽ ആ കുടുംബം ജീവിതം ആരംഭിച്ചു. ആ കുടിയേറ്റ കുടുംബത്തിൽ നിന്നാണ് ലോകം കണ്ട എക്കാലത്തെയും മികച്ച ഫുട്ബോൾ താരങ്ങളിൽ ഒരാൾ രൂപപ്പെടുന്നത്. ഫ്രാൻസിന് ആദ്യ ലോക കിരീടം സമ്മാനിച്ച മിഡ്ഫീൽഡ് ഇതിഹാസം. ഞാൻ വളരെ കുപ്രസിദ്ധമായ ഒരു പ്രദേശത്താണ് ജീവിച്ചിരുന്നത്. പക്ഷേ നിങ്ങൾ എവിടെ ജീവിക്കുന്നു എന്നതിലല്ല, ആരോടൊപ്പം ജീവിക്കുന്നു എന്നതിലാണ് കാര്യം. എൻ്റെ അടുത്ത സുഹൃത്തുക്കളൊന്നും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരോ ദുശ്ശീലങ്ങൾ ഉള്ളവരോ ആയിരുന്നില്ല. തൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് സിദാൻ ഒരിക്കൽ പറയുന്നുണ്ട്. സിദാന്റെ കൂട്ടുകാർ ലക്ഷ്യബോധമുള്ളവരായിരുന്നു. ഫ്രാൻസിലെ പഴക്കം ചെന്ന നഗരങ്ങളിലൊന്നായ മാഴ്സയിലെ ലാ കാസ്റ്റലാന എന്ന തെക്കു പടിഞ്ഞാറൻ ഗ്രാമത്തിൽ ആ കുടിയേറ്റ കുടുംബം 2ാംകിട പൗരരായി കഴിഞ്ഞു പോകുന്നവരാണ്. ഫുട്ബോളിനോടുള്ള സിദാന്റെ പ്രണയമാണ് അവരുടെ ജീവിതം മാറ്റിമറിക്കുന്നത്. കുറ്റകൃത്യ നിരക്കിലും ആത്മഹത്യാ നിരക്കിലും മയക്കുമരുന്ന് ഉപയോഗത്തിലുമൊക്കെ ഏറെ മുന്നിലുണ്ടായിരുന്ന ഗ്രാമത്തിൽ സിദാനും കൂട്ടുകാരും ഒഴിവു സമയം കിട്ടുമ്പോഴൊക്കെ ഫുട്ബോൾ കളിച്ചു. ഫുട്ബോൾ ആയിരുന്നു ആ കുട്ടികളുടെ ലഹരി. ആ ലഹരിയാണ് മാഴ്സയിൽ നിന്നും വരും തലമുറകൾക്ക് മാതൃകയായ ഒരു ലോക ഫുട്ബോളറിൻ്റെ വരവിന് കാരണമാവുന്നത്. പ്രൊഫഷണൽ ഫുട്ബോളിൽ ഏതൊരു മികച്ച കളിക്കാരൻ്റെയും ജീവിതത്തിൽ ഉണ്ടാവുന്നത് പോലെയും സിദാന്റെ കരിയറിലെ വഴിത്തിരിവ് AS കാൻസ് എന്ന ഫുട്ബോൾ ക്ലബിൻ്റെ റിക്രൂട്ടർ ജീൻ വറൂദിനെ കണ്ടുമുട്ടുന്നതാണ്. ക്ലബിൻ്റെ യൂത്ത് ഡിവിഷനിലാണ് ഫ്രാൻസ് കണ്ട എക്കാലത്തെയും മികച്ച ഫുട്ബോളർ പ്രൊഫഷണൽ താരമായി വളരുന്നത്. 17-ാം വയസ്സിൽ AS കാൻസിന് വേണ്ടിയാണ് സിദാൻ ആദ്യത്തെ ഗോൾ നേടുന്നത്. കാൻസിൽ നിന്നും ട്രാൻസ്ഫറായി ഡി ബോർഡോ ക്ലബിൽ എത്തിയ ശേഷമാണ് അദ്ദേഹം ഒരു മിഡ്ഫീൽഡർ എന്ന നിലയിൽ രാജ്യശ്രദ്ധ നേടിത്തുടങ്ങുന്നത്. പന്തിലുള്ള നിയന്ത്രണത്തിൽ, ഡ്രിബ്ലിംഗ് പാടവത്തിൽ, ഹെഡറുകളിൽ, ഫ്രീ കിക്കുകളും പെനാൽറ്റിയും എടുക്കുന്നതിൽ, മിഡ്ഫീൽഡിൽ മത്സരം നിയന്ത്രിക്കുന്നതിൽ, പാസിങ്ങിൽ, കളി മെനയുന്നതിൽ, അങ്ങനെ ഒരു ഓൾറൗണ്ടർ ഫുട്ബോളറായി വളരുന്നുണ്ട് സിദാൻ. 1992 ഇറ്റാലിയൻ ക്ലബ്ബ് യുവന്റസ് ഏറ്റെടുക്കുന്നതോടെ അദ്ദേഹം കരിയറിൻ്റെ പീക്കിലേക്കുള്ള യാത്രയിൽ ഒരു പ്രധാന ഘട്ടത്തിലെത്തിയിരുന്നു. സിദാന്റെ ചിറകിലേറി സെരിയ കിരീടങ്ങളും ഇറ്റാലിയൻ സൂപ്പർ കപ്പും യുവേഫ സൂപ്പർ കപ്പും ഇന്റർ കോണ്ടിനെന്റൽ കപ്പും എല്ലാം യുവന്റസിലേക്ക് വന്നു. അപ്പോഴേക്കും ഫ്രഞ്ച് ഫുട്ബോളിൽ ഒരു വസന്തം ആരംഭിക്കുകയാണ്. ഗോൾ വല കാക്കുന്ന ഫാബിയൻ ബാർത്തസ്, പ്രതിരോധത്തിൽ ലിലിയൻ തുറാം, ലിസാറസു, ഫ്രാങ്ക് ലീബോഫ്, മാർസൽ ദെസൈലി, ക്യാപ്റ്റൻ ദഷാംസ്, മധ്യനിരയിൽ സിദാൻ, പെറ്റിത്ത്, വിയേര തുടങ്ങിയവർ. കുടിയേറ്റക്കാരും കറുത്ത വർഗ്ഗക്കാരുമെല്ലാം നിറഞ്ഞ ടീം. ബ്ലാക്ക്, വൈറ്റ് ആൻഡ് അറബ് എന്നാണ് ഈ ടീമിനെ ഫ്രഞ്ച് മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചിരുന്നത്. 98 സ്വന്തം നാട്ടിൽ അവർ കിരീടമുയർത്തി. പല ദേശീയതകളും പല വർഗ്ഗങ്ങളും ചേർന്ന ആ ടീം ഫുട്ബോളിൻ്റെ സൗന്ദര്യത്തിൽ പുതിയൊരു ചരിത്രം എഴുതി ചേർത്തു. സിദാൻ ഫ്രാൻസിൻ്റെ ദേശീയ ഹീറോ ആയി. 98 ലോകകപ്പിന് ശേഷം സിദാന്റെ കരിയർ അതിൻ്റെ ഉന്നതിയിലെത്തിയിരുന്നു. 2000 യൂറോ കപ്പിൽ ഇറ്റലിയെ ഫൈനലിൽ 2-1 തോൽപ്പിച്ച് സിദാനും സംഘവും മറ്റൊരു അന്താരാഷ്ട്ര കിരീടം കൂടി സ്വന്തമാക്കി. 2001 യുവന്റസിൽ നിന്ന് ലോക റെക്കോർഡ് ട്രാൻസ്ഫർ തുകയ്ക്ക് സിദാൻ താരങ്ങളുടെ കൂടാരമായിരുന്ന സ്പെയിനിലെ റയൽ മാഡ്രിഡിലേക്ക് ചേക്കേറുന്നുണ്ട്. സിദാൻ വന്ന വർഷം തന്നെ റയൽ യുവേഫ ചാമ്പ്യൻസ് ലീഗിലും മുത്തമിട്ടു.
റയലിലെ സിദാന്റെ നേട്ടങ്ങൾ അവിടെ തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. കളിക്കാരൻ എന്ന നിലയിലും വിരമിച്ചതിന് ശേഷം പിന്നീട് കോച്ച് എന്ന നിലയിലും റയലിന്റെ ഇതിഹാസമായി അയാൾ നടന്നു കയറി. ലോകകപ്പിൽ ഒരുപോലെ നായകനും പ്രതിനായകനുമായി മാറിയ മറ്റൊരു സിദാനുണ്ട്. 2006 ജർമ്മനിയിൽ നടന്ന ലോകകപ്പ് സിദാന്റെ കരിയറിലെ നിർഭാഗ്യകരമായ ചില നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. 98 കിരീട നേട്ടത്തിന് ശേഷം 2002 കൊറിയയിലും ജപ്പാനിലുമായി നടന്ന ലോകകപ്പിൽ ആദ്യ റൗണ്ടിൽ തന്നെ പുറത്തായതിന്റെ നാണക്കേട് മറികടക്കേണ്ടതുണ്ടായിരുന്നു ഫ്രാൻസിന്. തിയറി ഹെൻറിയും പാട്രിക് വിയേരയും ഫ്രാങ്ക് റിബറിയും ബാർത്തസുമെല്ലാം അടങ്ങിയ ഫ്രഞ്ച് നിരയെ മുന്നിൽ നിന്ന് നയിച്ചത് സിദാൻ തന്നെയാണ്. രണ്ടാം റൗണ്ടിൽ സ്പാനിഷ് പ്രതിരോധത്തെയും ഗോൾ കീപ്പർ ഇക്കർ കസിയസിനെയും എല്ലാം മറികടന്നുകൊണ്ട് മനോഹരമായ ഒരു ഗോൾ നേടുന്നുണ്ട് സിദാൻ. ക്വാർട്ടറിൽ ബ്രസീലിനെതിരെ അദ്ദേഹത്തിന് വീര്യമേറി. റൊണാൾഡീഞ്ഞോയും റോബർട്ടോ കാർലോസും കക്കയുമെല്ലാം അണിനിരുന്ന മഞ്ഞപ്പടയെ നിഷ്പ്രഭമാക്കിയത് സിദാൻ എന്ന പ്രതിഭാശാലിയുടെ കളിക്കളത്തിലെ വിളയാട്ടമായിരുന്നു. ഇടങ്കാലുകൊണ്ട് തട്ടി തുടയിലേക്ക് കൈമാറി വലങ്കാലുകൊണ്ട് ഷോട്ട് തീർത്ത സിദാനെ മാജിക്കൽ സിദാൻ എന്നല്ലാതെ കമന്ററി ബോക്സിലുള്ളവർ മറ്റെന്ത് വിളിക്കും? 57-ാം മിനിറ്റിൽ തിയറി ഹെൻറിക്ക് പോസ്റ്റിലേക്ക് തട്ടിയിടാൻ പാകത്തിൽ ഒരു ഫ്രീ കിക്ക് വന്നത് സിദാന്റെ കാലുകളിൽ നിന്നാണ്. സെമിയിൽ അദ്ദേഹത്തിന്റെ പെനാൽറ്റി ഗോളിൽ പോർച്ചുഗലിനെ മറികടന്ന് ഫൈനലിൽ ഇറ്റലിയെ നേരിടാൻ ഫ്രാൻസ് മുന്നോട്ട്. പ്രതിരോധ കളിക്ക് പേരുകേട്ട അത്തവണത്തെ ഇറ്റാലിയൻ ടീം സന്തുലിതമായിരുന്നു. ഗോൾ വല കാക്കാൻ ഇതിഹാസ ഗോൾ കീപ്പർ ബഫൺ, പ്രതിരോധത്തിൽ ക്യാപ്റ്റൻ കന്നാവറോയും മറ്ററാസിയും, മധ്യനിരയിൽ പിർലോയും ഗട്ടുസോയും, മുന്നേറ്റത്തിൽ ടോട്ടിയും ലൂക്കാട്ടോണിയും. മത്സരത്തിന്റെ 7-ാം മിനിറ്റിൽ കിട്ടിയ പെനാൽറ്റി ഗോളാക്കി മാറ്റി സിദാൻ ഫ്രാൻസിനെ മുന്നിലെത്തിച്ചു. ഒന്നാം പകുതിയിൽ തന്നെ മറ്ററാസിയിലൂടെ ഇറ്റലി സമനില പിടിച്ചു. മുഴുവൻ സമയവും 1-1 എന്ന നിലയിൽ സമനിലയിലായ മത്സരത്തിന്റെ എക്സ്ട്രാ ടൈമിലും മുഴങ്ങിക്കേട്ടത് സിദാന്റെയും മറ്ററാസിയുടെയും പേരുകൾ തന്നെയാണ്. അത് പിന്നീട് ഫുട്ബോൾ ലോകം ഏറെക്കാലം ചർച്ച ചെയ്യുകയും ചെയ്തു. 1998 തല കൊണ്ട് 2 ഗോളടിച്ച് ലോകകപ്പ് സമ്മാനിച്ച സിദാന്റെ അതേ തല ഇത്തവണ എതിർ ടീമിലെ കളിക്കാരന്റെ നെഞ്ചത്ത് കുത്തി ടീമിനെ കിരീട നേട്ടത്തിൽ നിന്ന് അകറ്റിയിരിക്കുന്നു. He's just headed Materazzi in the middle of the chest. Ends with being sent off in the World Cup final. Shocking chapter in his legacy. Walked off, never to play again. ഇറ്റാലിയൻ പ്രതിരോധ നിര താരം മാർക്കോ മറ്ററാസിയുടെ പ്രകോപനക്കെണിയിൽ സിദാൻ വീണു. തൻ്റെ പെങ്ങളെക്കുറിച്ചും അമ്മയെക്കുറിച്ചും അസഭ്യം പറഞ്ഞത് ക്ഷമിക്കാൻ പറ്റില്ലെന്ന് ഈ സംഭവത്തെക്കുറിച്ച് സിദാൻ പിന്നീട് പറയുന്നുണ്ട്. ലോകകപ്പ് ഫൈനൽ എന്ന സമ്മർദ്ദം താങ്ങാനാവാതെ പോയ ഒരൊറ്റ സെക്കൻഡിൽ സിദാൻ കാളക്കൂറ്റിനെ പോലെ മറ്ററാസിയെ ഇടിച്ചു വീഴ്ത്തി. വൈകാതെ ക്യാപ്റ്റന്റെ ആംബാൻഡ് ഊരി ചുവപ്പ് കാർഡ് കണ്ട് പുറത്തേക്ക്. ലോകകപ്പിന് ശേഷവും ആ വിവാദം കത്തിപ്പടർന്നുകൊണ്ടേയിരുന്നു. സിദാൻ ചെയ്തത് ശരിയായില്ലെന്ന് വാദിച്ചവർക്കും മറ്ററാസിയുടെ കളിക്കളത്തിലെ ചതിപ്രയോഗത്തെ പിന്തുണയ്ക്കാൻ സാധിച്ചിരുന്നില്ല. കുടുംബത്തെ മറ്റെന്തിനേക്കാളും അധികം വിലമതിക്കുന്ന സിദാന്റെ അൾജീരിയൻ വംശ പാരമ്പര്യമാവാം പ്രകോപിതനായി ഒരൊറ്റ സെക്കൻഡിൽ അയാളുടെ നിയന്ത്രണം നഷ്ടപ്പെടുത്തി കളഞ്ഞത്. മത്സരത്തിനിടെ താൻ ചെയ്തതിനോട് ഖേദം പ്രകടിപ്പിച്ചുവെങ്കിലും തനിക്കൊരിക്കലും മറ്ററാസി പറഞ്ഞ വാചകങ്ങൾ പൊറുക്കാനാവില്ലെന്ന് പിന്നീടും സിദാൻ പറഞ്ഞിട്ടുണ്ട്. ഇറ്റലി ഫ്രാൻസ് മത്സരം കണ്ടവർക്കറിയാം, എക്സ്ട്രാ ടൈമിന്റെ ആദ്യ പകുതിയിൽ സിദാന്റെ തലയിൽ നിന്ന് കുതിച്ച പന്ത് ബഫൺ എത്ര ശ്രമകരമായാണ് കുത്തി അകറ്റിയതെന്ന്. ആ പന്ത് വലയിലായിരുന്നുവെങ്കിൽ, സമനിലയിൽ തന്നെ തുടർന്ന മത്സരത്തിന്റെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ സിദാൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഉറപ്പായും ഒരു ഗോൾ അദ്ദേഹം നേടുമായിരുന്നു. കഴിഞ്ഞ കളിയിൽ ഇനി സങ്കല്പങ്ങൾക്കും സ്വപ്നങ്ങൾക്കുമൊന്നും സ്ഥാനമില്ലല്ലോ. സിദാൻ ചുവപ്പ് കാർഡ് കണ്ട ആ സെക്കൻഡിൽ തന്നെ ഫൈനലിൽ ഫ്രാൻസ് മാനസികമായി തോറ്റിരുന്നു. മത്സരം കളിച്ച് അവസാനിപ്പിക്കുക എന്നത് മാത്രമായിരുന്നു പിന്നീട് അവർക്ക് മുന്നിലുണ്ടായിരുന്ന വഴി. ഒരേ സമയം ഹീറോയും വില്ലനുമായാണ് സിദാൻ തൻ്റെ ഫുട്ബോൾ കരിയർ അവസാനിപ്പിച്ച് മടങ്ങിയത്. എന്നാൽ ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ പ്രേമികൾക്ക് അദ്ദേഹം സമ്മാനിച്ചത് എന്താണ്? കാലുകളിൽ പന്ത് കുരുക്കി എതിർകളിക്കാരെ വെട്ടിയൊഴിഞ്ഞ് വേഗതയോടെ മുന്നേറാറുള്ള ആ ഡ്രിബ്ലിംഗ് പാടവും, തൻ്റെ നേർക്ക് വരുന്ന കോർണർ കിക്കുകളെ, ഫ്രീ കിക്കുകളെ ഗോൾ വലയിലേക്ക് തലകൊണ്ട് ചെത്തിയിടുന്ന ആ മനോഹാരിത, എടുക്കുന്ന ഫ്രീ കിക്കുകൾ കൃത്യമായി സഹതാരത്തിൻ്റെ കാലുകളിലേക്ക്, തലയിലേക്ക് ഗോളടിക്കാൻ പാകത്തിൽ നീട്ടിക്കൊടുക്കുന്ന കൃത്യത, കാലിൽ പന്ത് കൊരുത്താൽ അത് പിന്നെ പെട്ടെന്നൊന്നും വിടാതെ ചേർത്ത് നിർത്തുന്ന പന്തടക്കവും നിയന്ത്രണവും, അത്രത്തോളം അനായാസമെന്ന് തോന്നും വിധത്തിൽ വലയെ ഉമ്മ വെച്ച് ഉരുമ്മിയിറങ്ങുന്ന പെനാൽറ്റി കിക്കുകൾ. എങ്ങനെയാണ് സിദാൻ ഞങ്ങൾ അതെല്ലാം മറക്കാൻ പോകുന്നത്?